ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സാൻഡോ കാത്തലിക് മിഷനിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ഒരു ചെറിയ പ്രാർത്ഥനാ മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രാർത്ഥനകൾക്കും പിന്തുണകൾക്കുമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാവരുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഒരുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2020 തുടക്കത്തിൽ കോവിഡ് എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേരിലേക്ക് പ്രാർത്ഥനയെ എത്തിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊരു ചിന്തയിൽ നിന്ന് പരിശുദ്ധ അമ്മ നൽകിയ ഒരു ചിന്തയാണ് ജപമാല പങ്കുവയ്ക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ ഞാൻ മറ്റു പല വീഡിയോകളിലൂടെയും പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങനെ മലയാളത്തിലൊരു ജപമാല മാത്രം പങ്കുവെച്ച് തുടങ്ങിയ ഈ പ്രാർത്ഥനാ മിഷൻ ഇന്ന് ലോകത്തിലെ പല ഭാഷകളിലായിട്ട് ഏകദേശം 12ഓളം ഭാഷകളിൽ 12,000-ഓളം പ്രാർത്ഥനാ വീഡിയോകൾ പങ്കുവെച്ചു 14 യൂട്യൂബ് ചാനലുകൾ വഴിയായിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 1200-ഓളം വരുന്ന മലയാള ദിവ്യബലി വീഡിയോകൾ. ഓരോ ദിവ്യബലിയും എത്രത്തോളം ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയത് പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാന ലോകം മുഴുവൻ എത്തിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹമാണ് സാൻഡോ മിഷൻ്റെ പിന്നിലുള്ളത്. പരിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ പരിശുദ്ധ ജപമാലയും. അതിനു വേണ്ടിയിട്ടാണ് ഈ മിഷൻ നിലകൊള്ളുന്നതെന്ന് പല ആവർത്തി പല സ്ഥലങ്ങളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ആഗ്രഹത്തോടെ ഇതൊരുക്കാൻ ശ്രമിച്ചിട്ടും ഒത്തിരിയധികം ക്ലേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യമായൊരു ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത വിധം ബുദ്ധിമുട്ടേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മളൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും മുൻപിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നത് പരിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാനായിട്ട് ഒരു ഫണ്ട് അനുവദിക്കാമോ, അവരോട് കടം ചോദിക്കുകയാണ്. പലരും എൻ്റെ ഫോൺ കോളുകൾ പോലും ആൻസർ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ട് പറ്റില്ല. അപ്പോൾ യാതൊരു വിധത്തിലുള്ള വഴിയില്ല. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് നിങ്ങൾക്കൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല, അതെന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നില്ല, അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഫണ്ട് പോലും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ആഗ്രഹിച്ചു ഏറ്റവും മികച്ചൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതെല്ലാവരുടെ മുൻപിലേക്ക് അവരുടെ വിശ്വാസത്തിന് സഹായകരമാകുന്ന രീതിയിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു ആപ്പ് ഒരുക്കിയെടുക്കുന്നത്. പക്ഷേ അതുപോലും ലോകത്തോട് പങ്കുവയ്ക്കാനുള്ളൊരു മാർക്കറ്റിംഗ് ഫണ്ട് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആഗ്രഹത്തോടെ പറ്റുമെങ്കിൽ എന്നെ ഈ കേൾക്കുന്നവർക്ക് ഈ ഒരു മിഷനെ എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ദിവ്യബലികളും ജപമാലകളും ഒന്നും മുടങ്ങാതെ ഈ ഒരു മിഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ കാത്തലിക് പ്രെയർ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നവരെങ്കിലും അതിലൊരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാനും ഒന്ന് മനസ്സാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇന്ന് സാൻഡോ മിഷന് നിങ്ങളുടെ ആ ഒരു സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്.
സ്വർഗീയ സ്തുതിയലകൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഏറെ പ്രത്യേകമായിട്ട് വിശുദ്ധൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധനെ പോലെ തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ഈ ബലിയർപ്പണത്തിൽ പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഏറെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ബലിയർപ്പണത്തിൽ സമർപ്പിക്കാം. ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ: സണ്ണി ജോയ്, ടെസി സണ്ണി, ലിസി തങ്കച്ചൻ, നിബിൻ ജോസഫ്, നീതു നിബിൻ, നിവ്യ സണ്ണി, ജെൻഡി ജോസി, സ്റ്റെഫി തോമസ്, തോമസ് സി പി, ജോസഫ് സി പി, ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ്. പ്രിയ സഹോദരരെ, ദിവ്യമായ രഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാ നിദീനയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വാദവാദിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയ അങ്ങേ പുത്രനെ വിശ്വസ്ത മനസ്സോടെ ആശ്ലേഷിച്ച വിശ്വാസം ഞങ്ങളിൽ ശക്തിപ്പെടുത്തണമേ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ അങ്ങേ സഭ സകല ജനതകൾക്കും രക്ഷയുടെ കൂദാശയായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടും കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. ഒന്നാം വായന. നഗരത്തിന്റെ മതിലിലെ 12 അടിസ്ഥാനങ്ങളിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്കു ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നദ്ധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അതിന്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്ത കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളുമുണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ.
പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. കർത്താവെ, കർത്താവെ, അങ്ങേ വിശുദ്ധർ അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. വർണ്ണിക്കും. അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങേ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. കർത്താവെ, കർത്താവെ, അങ്ങേ വിശുദ്ധർ അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. വർണ്ണിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവെ, കർത്താവെ, അങ്ങേ വിശുദ്ധർ അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. വർണ്ണിക്കും. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവെ, കർത്താവെ, അങ്ങേ വിശുദ്ധർ അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. വർണ്ണിക്കും. അലലൂയ, അലലൂയ. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രയേലിൻ്റെ രാജാവാണ്. അലലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പീലിപ്പോസ് നഥാലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? പീലിപ്പോസ് പറഞ്ഞു, വന്നു കാണുക. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങളാൽ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്നേഹബലിയിൽ കാഴ്ചയേകാൻ അണയുന്നിതാ, ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാൻ അണയുന്നിതാ, ജീവിതം. ദിവ്യബലിയിൽ ബലിവസ്തുവാ ഞങ്ങളും ചേരുന്നിതാ,
ദൈവം അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാൻ അണയുന്നിതാ. ഈ കൈക്കൊമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. സഹോദരി, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേക്കാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയോയുടെ തിരുനാൾ നവമായി ആഘോഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബഹുമാനമാർത്ഥമാണല്ലോ ഞങ്ങൾ ഈ സഹസ്രബലി അങ്ങേക്കർപ്പിക്കുന്നത്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ അങ്ങേ സഹായം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അപ്പോസ്തലിക അടിസ്ഥാനത്തിൽ അങ്ങേ സഭയെ ഉറപ്പിച്ചു നിർത്തുവാൻ അങ്ങടിയാക്കി. അങ്ങനെ ഭൂമിയിൽ അങ്ങേ പരിശുദ്ധിയുടെ ശാശ്വത അടയാളമായി നിലനിൽക്കുകയും സമസ്ത ജനങ്ങൾക്കും സ്വർഗീയ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആകയാൽ ഇപ്പോഴും എന്നേക്കും മാലാഖമാരുടെ സർവ്വസൈന്യത്തോടും കൂടെ ഭക്തി നിർഭരമായ മനസ്സോടെ ഞങ്ങൾ അങ്ങേ പ്രകീർത്തിക്കുകയും ആർത്ത് വിളിച്ച് ആലപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നിന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വനതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണം ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കാനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും എല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റിയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവ് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കണ്ണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്ന് നാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരം നമ്മേവരെയും നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ
എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയോയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ച നിത്യരക്ഷയുടെ ആചാരം ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഞങ്ങൾക്കൊന്നുപോലെ സഹായകമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും നന്മകളും ചൊരിയുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാം തകരുന്ന വേളകളിൽ ഉണ്ണീശോയെ കൈകളിലേന്തി മാതാവ് ചാരേ വരും. കർമ്മല മാതാവ് ചാരേ വരും. മാതാവ് നിന്നോട് പറയുന്നിതാ, നീ എൻ്റെ പ്രിയ മകനല്ലേ. കുരിശിൽ കിടന്നിൻ്റെ പൊന്മകനീശോ എനിക്കായി നൽകിയ പ്രിയമകനല്ലേ. എല്ലാം തകരുന്ന വേളകളിൽ ഉണ്ണീശോയെ കൈകളിലേന്തി മാതാവ് ചാരേ വരും. കർമ്മല മാതാവ് ചാരേ വരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സാൻഡോ കാത്തലിക് മിഷനിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ഒരു ചെറിയ പ്രാർത്ഥനാ മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രാർത്ഥനകൾക്കും പിന്തുണകൾക്കുമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാവരുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഒരുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2020 തുടക്കത്തിൽ കോവിഡ് എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേരിലേക്ക് പ്രാർത്ഥനയെ എത്തിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊരു ചിന്തയിൽ നിന്ന് പരിശുദ്ധ അമ്മ നൽകിയ ഒരു ചിന്തയാണ് ജപമാല പങ്കുവയ്ക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ ഞാൻ മറ്റു പല വീഡിയോകളിലൂടെയും പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങനെ മലയാളത്തിലൊരു ജപമാല മാത്രം പങ്കുവെച്ച് തുടങ്ങിയ ഈ പ്രാർത്ഥനാ മിഷൻ ഇന്ന് ലോകത്തിലെ പല ഭാഷകളിലായിട്ട് ഏകദേശം 12ഓളം ഭാഷകളിൽ 12,000-ഓളം പ്രാർത്ഥനാ വീഡിയോകൾ പങ്കുവെച്ചു 14 യൂട്യൂബ് ചാനലുകൾ വഴിയായിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 1200-ഓളം വരുന്ന മലയാള ദിവ്യബലി വീഡിയോകൾ. ഓരോ ദിവ്യബലിയും എത്രത്തോളം ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയത് പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാന ലോകം മുഴുവൻ എത്തിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹമാണ് സാൻഡോ മിഷൻ്റെ പിന്നിലുള്ളത്. പരിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ പരിശുദ്ധ ജപമാലയും. അതിനു വേണ്ടിയിട്ടാണ് ഈ മിഷൻ നിലകൊള്ളുന്നതെന്ന് പല ആവർത്തി പല സ്ഥലങ്ങളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ആഗ്രഹത്തോടെ ഇതൊരുക്കാൻ ശ്രമിച്ചിട്ടും ഒത്തിരിയധികം ക്ലേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യമായൊരു ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത വിധം ബുദ്ധിമുട്ടേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മളൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് കടങ്ങളോടെ കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും മുൻപിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നത് പരിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാനായിട്ട് ഒരു ഫണ്ട് അനുവദിക്കാമോ? അവരോട് കടം ചോദിക്കുകയാണ്.
പലരും എൻ്റെ ഫോൺ കോളുകൾ പോലും ആൻസർ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ട് പറ്റില്ല. അപ്പോൾ യാതൊരു വിധത്തിലുള്ള വഴിയില്ല. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് നിങ്ങൾക്കൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല, അതെന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നില്ല, അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഫണ്ട് പോലും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ആഗ്രഹിച്ചു ഏറ്റവും മികച്ചൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, അതെല്ലാവരുടെ മുൻപിലേക്ക് അവരുടെ വിശ്വാസത്തിന് സഹായകരമാകുന്ന രീതിയിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു ആപ്പ് ഒരുക്കിയെടുക്കുന്നത്. പക്ഷേ അതുപോലും ലോകത്തോട് പങ്കുവയ്ക്കാനുള്ളൊരു മാർക്കറ്റിംഗ് ഫണ്ട് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആഗ്രഹത്തോടെ പറ്റുമെങ്കിൽ എന്നെ ഈ കേൾക്കുന്നവർക്ക് ഈ ഒരു മിഷനെ എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ദിവ്യബലികളും ജപമാലകളും ഒന്നും മുടങ്ങാതെ ഈ ഒരു മിഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ കാത്തലിക് പ്രെയർ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നവരെങ്കിലും അതിലൊരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാനും ഒന്ന് മനസ്സാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വൺ ടൈം ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇന്ന് സാന്റോ മിഷന് നിങ്ങളുടെ ആ ഒരു സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്.